വട്ടിയൂർക്കാവിലെയും കഴക്കൂട്ടത്തെയും ബി.ജെ.പിയുടെ ആവേശോജ്വലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. ഇനി നമ്മൾ നേരെ നേമത്തേക്കാണ് പോകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേമത്ത് മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ശാലിനി നേമ മണ്ഡലത്തിൽ നിന്നും ചേരുന്നു. ശാലിനി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റോഡ് ഷോയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് പ്രചരണം ആരംഭിക്കുന്നതെന്നാണ്. എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകർ? ഗൗതം, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ റോഡ് ഷോയോടുകൂടി പ്രചരണം ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തിന്റെ വോട്ടർമാരെ കാണാൻ നേമം നിയോജക മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും അദ്ദേഹം എത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കുന്നത്. കാരണം എക്കാലത്തും ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത ബി.ജെ.പിയുടെ മുന്നേറ്റം ചെറുതല്ല. ആ ഒരു ആത്മവിശ്വാസം ബി.ജെ.പി എന്റെ ക്യാമ്പുകൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പിയുടെ ഓരോ സ്ഥാനാർത്ഥികളും പ്രചരണത്തിന് ഇന്നു മുതൽ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്പസമയം മുമ്പ് ആരംഭിച്ചു. ഇനിയിപ്പോൾ നേമം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രചാരണം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേമം നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുവരെഴുത്ത് നടത്തിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർ തുടക്കം കുറിച്ചത്. അതിന്റെ ഒരു അടുത്ത ഘട്ടമായി തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഈ റോഡ് ഷോയെ കാണേണ്ടിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വർഷത്തിന് മുൻപൊക്കെ അദ്ദേഹം കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ ഒരു മാർച്ച് മാസം തന്നെയാണ് അദ്ദേഹം അന്നും എത്തിയത്. അന്ന് എത്തിയ സമയത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ പിന്തുണ, കൂടുതൽ ആത്മവിശ്വാസം എന്റെ ക്യാമ്പുകൾക്ക് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേമം എന്നുള്ളത് എക്കാലത്തും ബി.ജെ.പിയുടെ ഒരു എ-ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ 10-ലധികം വരുന്ന വാർഡ് കൌൺസിലർമാരെ അടക്കം സമ്മാനിച്ചതിന്റെ സന്തോഷം, ആത്മവിശ്വാസം ഒക്കെ നേമം നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കമുള്ളവർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ റോഡ് ഷോ തുടങ്ങിയതിന് ശേഷം നാളെ പൗരപ്രമുഖരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചകളുണ്ട്, വീടുകൾ കയറിയുള്ള ഗൃഹസമ്പർക്കമുണ്ട്, സ്ക്വാഡുകൾ തിരിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമുണ്ട്. ഇനി 23 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണമാണ്. ആ പ്രചാരണത്തിന് ആവേശം പകരാൻ തന്നെയാണ് പ്രവർത്തകരൊക്കെ ഉള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം പ്രചാരണം തുടങ്ങുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് നേമത്ത്? നമുക്ക് തീർച്ചയായിട്ടും നേമത്ത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരുപാട്, ഇപ്പോൾ നമ്മുടെ പ്രചരണത്തിലെല്ലാം പറഞ്ഞതുപോലെ SDPIയുടെ വോട്ട് വാങ്ങി ആണ് സഖാവ് ശിവൻകുട്ടി ജയിച്ചത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു നെറികെട്ട രാഷ്ട്രീയം, ആ രണ്ട് രാഷ്ട്രീയത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നേമത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നിലയിലുള്ള വലിയ വിജയമാണ് പ്രവർത്തകർ ഓരോരുത്തരും കാത്തുവച്ചിരിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർജിയിലൂടെ അതിൽ നേമത്തെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഡബിൾ ലോക്ക് ഇട്ട് പൂട്ടിയിട്ടുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വി ശിവൻകുട്ടി പ്രതികരിച്ചത്. അതിന് മറുപടി വല്ലതും ഉണ്ടോ? അല്ല, ഇപ്പോ മാടമ്പള്ളിയിലെ മനോരോഗി ആരാണെന്ന് നമ്മൾ 2015 ബഡ്ജറ്റ് സമയത്ത് കണ്ടു. ആ മനോരോഗി ഇട്ടിരിക്കുന്ന ആ പൂട്ടിൽ നിന്ന് പണ്ട് മോഹൻലാൽ ലോക്കിട്ട് പൂട്ടിയതുപോലെ ആ മാടമ്പള്ളിയിലെ മനോരോഗിയെ ഞങ്ങൾ മണിച്ചിത്ര താഴിട്ട് പൂട്ടിയിട്ട് അദ്ദേഹം പൂട്ടിയിട്ടുള്ള ആ പൂട്ട് അഴിച്ചുമാറ്റി അവിടെ ബി.ജെ.പിയുടെ കാവിക്കൊടി ഞങ്ങൾ പാറിക്കും. അതിന് ഉറച്ച നെഞ്ചുറപ്പുള്ള, അതിന് പോരാട്ടവീര്യമുള്ള ഒരു സ്ഥലമാണ് നേമം. അതിന് വിളനിലമായിട്ടുള്ള സ്ഥലമാണ് നേമം. അത് ഞങ്ങൾ ഇത്തവണ നേമത്തിന്റെ ചരിത്രപരമായ ദൗത്യമായി തന്നെ ആ വെല്ലുവിളിയെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, അത് കേരളത്തിലെ നേമത്തെയും ജനങ്ങളും അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 47 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശക്തമായ മത്സരം നടക്കുന്നത് നേമം നിയോജക മണ്ഡലത്തിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ തുറന്ന വാഹനം തയ്യാറാണ്. ഓറഞ്ച് കളറിൽ അവരുടെ കൊടിയുണ്ട്, ബി.ജെ.പിയുടെ പതാകയുണ്ട്. തൊട്ടു പിന്നിലായി ചെണ്ടമേളം സജ്ജീകരിച്ചിട്ടുള്ളൊരു വാഹനമുണ്ട്. തൊട്ടു മുന്നിലായി മാധ്യമപ്രവർത്തകർക്കായി ഒരു തുറന്ന വാഹനം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് എത്തും. നേമത്തെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തും. തൊട്ടു പിന്നാലെ തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും. നമുക്കറിയാം, നേമത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ബി.ജെ.പിക്കുള്ള ഉരുക്കുകോട്ടയാണ്. ആ ഉരുക്കുകോട്ടയിലെ വോട്ടർമാരെ കാണാൻ തന്നെയാണ് ഇക്കുറി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇറങ്ങുന്നത്. അല്പസമയത്തിനകം ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയും ചെയ്യും. ചുവരെഴുത്തടക്കമുള്ള പ്രവർത്തനങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച്, കൗണ്ട് ഡൗൺ ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ ചുക്കാൻ പിടിച്ച നേതാവ് കൂടിയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. മുൻ അധ്യക്ഷൻ ഉൾപ്പെടെ 47 സ്ഥാനാർത്ഥികളെയാണ് അല്പസമയം മുമ്പ്
പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ BJPയുടെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ചുവരെഴുത്തിലേക്കും മറ്റ് പൗരപ്രമുഖരെ കാണലും ഗൃഹസമ്പർക്കം അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തകരും നീങ്ങിക്കഴിഞ്ഞു. എന്തായാലും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ നിയമം പിടിക്കാൻ ഇക്കുറി വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നേമത്ത് കാഴ്ചവെക്കുക. എന്തായാലും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ BJP ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. എക്സിറ്റ് പോൾ സർവേകളൊക്കെ പല ചാനലുകളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിലൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പങ്കുവെക്കുന്നുണ്ട്. ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ അധികാരത്തിലേറും 2026 എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന ആശയം. ഒപ്പം തന്നെ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാതെ വികസനത്തിനൊപ്പമുള്ള യാത്രയാണ് BJP നടത്താൻ പോകുന്നത്. ആ യാത്രയ്ക്കൊപ്പം നേമത്തെ വോട്ടർമാരും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ വോട്ടർമാർക്കുണ്ട്. ഒപ്പം തന്നെ BJPക്കുണ്ട്. അതിന്റെ ഒരു തുടക്കം കുറിക്കലാണ് ഇനി അല്പസമയത്തിനകം ഇവിടെ നിന്നുള്ള വാഹന പ്രചാരണ ജാഥ. എന്നാലും രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുന്നതോടുകൂടി 2026 ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും അറിയുന്ന പ്രചാരണത്തിലേക്ക് BJP NDA തലസ്ഥാനത്ത് നേമം മണ്ഡലത്തിൽ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ കടക്കുകയും ചെയ്യും. ഗൗതം. ഓക്കെ ശാലിനി, എന്തായാലും ആവേശമായി രാജീവ് ചന്ദ്രശേഖർ നേമത്തേക്ക് എത്തുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി BJP താമര വിരിയിച്ച 2016 O രാജഗോപാലിലൂടെ താമര വിരിയിച്ച അതേ നേമത്തേക്ക് BJPയുടെ ഇപ്പോഴത്തെ അമരക്കാരൻ എത്തുന്നു എന്നത് തന്നെയാണ് നേമമണ്ഡലത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അടയാളപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശാലിനിയാണ് നേമത്ത് നിന്നും ചേർന്നത്.